എന്നെയോ ആയിരിക്കില്ല, സിനിമേനെ ആയിരിക്കില്ല, അച്ഛനെ ഉന്നം വെച്ചെറിയുന്ന കല്ലായിരിക്കും എനിക്ക് കൊള്ളുന്നത്. ഈ സിനിമ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് തന്നെയാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാർഗറ്റ് മാധവ് തന്നെയാണ്. മാധവ് എന്ത് ചെയ്താലും അതിലൊരു നെഗറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും പറയുന്നില്ല, തെളിവുണ്ടായിട്ടും ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയുന്നില്ല. ദിസ് ഫീൽസ് പ്ലാൻഡ്, അത്രേ ഉള്ളൂ. അശ്വൻ ഗോക്കിനെ കൊട്ടേഷൻ പോയിട്ടുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളുടെ സിനിമയെ റിവ്യൂ എഴുതി നശിപ്പിക്കും. ഇത് അതിനകത്ത് പറഞ്ഞ വാക്ക് തന്നെയാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെല്ലാം പരാതി കൊടുക്കുന്നുണ്ട്. എന്താണ് നടപടിയെന്ന് നോക്കട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. നമസ്കാരം. സുരേഷ് ഗോപിയുടെ ഇളയ മകനാണ് മാധവ് സുരേഷ്. മാധവ് സുരേഷിൻ്റെ ഒരു ചിത്രം ഇക്കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. അംഗം അട്ടഹാസം എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനിങ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ മാധവ് സുരേഷും അതുകൂടാതെ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും ഒരേ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാധവ് സുരേഷും ഈ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും മറുനാടനോട് പ്രതികരിക്കുകയാണ്. അതിപ്പോൾ എന്നെയോ ആയിരിക്കില്ല, സിനിമേനെ ആയിരിക്കില്ല, അച്ഛനെ ഉന്നം വെച്ചെറിയുന്ന കല്ലായിരിക്കും എനിക്ക് കൊള്ളുന്നത്. അത് അഗൈൻ ഐ കനോട്ട് ഇഗ്നോർ ദാറ്റ് എനിമോർ. അത് നടക്കുന്നൊരു കാര്യമാണ്. അത് എന്നെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം എന്നെ കുറേ എഫക്റ്റ് ചെയ്തു മെൻ്റലി. ഞാൻ ഇത് കാരണം കുറേ വിഷമിച്ചിട്ടുള്ള ഒരാളുമാണ്. അത് വിഷമത്തിലൂടെ കടന്നു വന്നൊരാളുമാണ് ഞാൻ. പക്ഷേ ഇപ്പം എൻ്റെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇത്രയും വേറെ ആൾക്കാർ ചെയ്തൊരു വർക്ക് പോലും നോക്കാതെ പോലും പോകുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ഫസ്റ്റ് ഡേ ഇപ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്ലോട്ട് റിവീൽ ചെയ്യുന്ന റിവ്യൂ ഇട്ടിട്ടും യൂട്യൂബോ ആരും ഇതുവരെ അത് റിമൂവ് ചെയ്തിട്ടില്ല. വീഡിയോ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ദിസ് ഫീൽസ് എ ലിറ്റിൽ പ്ലാൻഡ്, അത്രേ ഉള്ളൂ. ഞാൻ എഗൈൻ അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും പറയുന്നില്ല, തെളിവുണ്ടായിട്ടും ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയുന്നില്ല. ദിസ് ഫീൽസ് പ്ലാൻഡ്, അത്രേ ഉള്ളൂ. അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കരിയറിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ബെറ്റർ ആവാൻ ഒരുപാടുണ്ട്. ഇനിയും ഞാൻ കുറേ പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ പഠിച്ചൊരു ബെറ്റർ ആക്ടർ ആവാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതിലെനിക്ക് സിനിമയിലൂടെ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി ജോലി ചെയ്ത് ജീവിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ആസൂത്രണമാണ് എന്നാണ് പറയുന്നത്. ആയിരിക്കും, അല്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് സിനിമ പ്രേക്ഷകനെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അവർ നെഗറ്റീവ് പറയുന്നതും ഒരു ഓണസ്റ്റ് പ്രേക്ഷകൻ നെഗറ്റീവും പോസിറ്റീവും പറയുന്നതിനൊരു രീതിയുണ്ട്. ഒരു സിനിമാ പ്രേക്ഷകൻ, സിനിമ ഇഷ്ടമുള്ള ഒരു പ്രേക്ഷകനും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയെ പോലും അവഹേളിക്കത്തില്ല. അതിൻ്റെ നെഗറ്റീവ് ക്രിറ്റിസിസമായിട്ട് പറയത്തേ ഉള്ളൂ, എങ്ങനെ ബെറ്റർ ആയിരിക്കാമായിരുന്നു എന്ന് പറയത്തേ ഉള്ളൂ. പിന്നെ ബാക്കി ഈ പ്രസ് കോൺഫറൻസിൽ വന്നതുപോലെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഈ കാശ് വാങ്ങി ചെയ്യുന്ന പരിപാടി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഇത്രയും തെളിവോടെ നമ്പേഴ്സ് വരെ വെച്ച് പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ദേ മേക്ക് മോർ മണി ദൻ മീ. സോ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആയി. ഇതിന് പിന്നിൽ വ്യക്തമായുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. അതായത് ഈ സിനിമയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഈ സിനിമ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് തന്നെയാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാർഗറ്റ് മാധവ് തന്നെയാണ്. മാധവ് മീൻസ് മാധവിൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അശ്വൻ ഗോക്കിൻ്റെ റിവ്യൂസ് പൊതുവേ കാണാറില്ല. ഞാൻ ഒരു റിവ്യൂവും കാണാറില്ല. സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അശ്വൻ ഗോക്കിനെ കൊട്ടേഷൻ പോയിട്ടുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളുടെ സിനിമയെ റിവ്യൂ എഴുതി നശിപ്പിക്കും. ഇത് അതിനകത്ത് പറഞ്ഞ വാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ച് പറഞ്ഞതിൻ്റെ ഓതൻറ്റിസിറ്റി ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. വിളിച്ച് പറഞ്ഞത് ഒരാൾ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം അശ്വൻ ഗോക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിനിമ കൊള്ളാമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഉണ്ണീസ് വ്ളോഗും റിവ്യൂ ഇട്ടിട്ടുണ്ട് അല്ലേ, അതുപോലെ വേറെ പലരും ഇട്ടിട്ടുണ്ട്. പക്ഷേ അശ്വൻ ഗോക്കിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തി വൈരാഗ്യം തീർക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയെ ഞാൻ തീർത്തേ അടങ്ങൂ എന്നുള്ള രീതിയിലുള്ളൊരു ബോഡി ലാംഗ്വേജും അയാളുടെ പ്രസൻറ്റേഷനുമാണ് നമുക്കതിനകത്ത് ഫീൽ ചെയ്തത്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ കഷ്ടപ്പെട്ട് 3 കോടി 4 കോടി രൂപ മുടക്കി സിനിമ എടുത്ത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളവിടെ സിനിമ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, തലയിൽ കത്തി വരെ കൊണ്ട് കുത്തേറ്റിട്ടുണ്ട് മാധവന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ ഇറക്കുമ്പോൾ ഇത് പോയി ഒരു 100 രൂപ 150 രൂപ മുടക്കി ഇരുട്ടത്ത് പോയിരുന്ന് കണ്ടിട്ട് വന്ന് യൂട്യൂബിൽ കൂടെ വല്ലതും വിളിച്ച് പറഞ്ഞ് ഇവന്മാർക്ക് കിട്ടുന്നത് 50,000 1 ലക്ഷം രൂപയായിരിക്കും യൂട്യൂബിൽ നിന്ന്. ഒരു പ്രൊഡ്യൂസർ, അയാളുടെ എഫേർട്ട്, അയാളുടെ കോടികൾ, അതിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു 100-150ഓളം പേര്, ഇവരുടെ എല്ലാം ശ്രമങ്ങളെ വിഫലമാകുന്ന രീതിയിലാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്പ്രേ വാങ്ങിച്ചു, പെർഫ്യൂം വാങ്ങിച്ചു. ആ പെർഫ്യൂം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ മറ്റവനോടത് വാങ്ങിക്കരുത് എന്ന് പറയാനും പാടില്ല അല്ലേ. ഇത് തീർച്ചയായിട്ടും ആ രീതിയല്ല. അത്രയും ടാർഗറ്റഡായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും തിയേറ്ററുകളിൽ പോയി ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെ പലയിടത്തും കുടുംബക്കാരെല്ലാം ഇവിടെ തിയേറ്ററിൽ പോയി 12 പേരുണ്ടായിട്ടും ഷോ കാണിക്കാത്ത അവസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അജണ്ടയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തിയേറ്ററുകളിൽ പോകുമ്പോൾ ഷോ പോലും ഇപ്പോൾ പണ്ടേ പറയുന്നുണ്ട് 6 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ഷോ കളിച്ചുകൊണ്ടിരുന്ന സാറ് 12 പേരുണ്ടായിരുന്നിട്ടും അവർ വീണ്ടും ടിക്കറ്റ് അവരെടുക്കാമെന്ന് പറഞ്ഞു. കൊട്ടാരക്കര ഒരു തിയേറ്ററിൽ നടന്ന സംഭവമാണ്. നമ്മുടെ ഉള്ള വിക്കി എന്ന് പറയുന്ന അഭിനയിച്ചിട്ടുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ സിനിമയാണ് പോയത്. അവിടെ നിന്ന് സമയത്ത് തിയേറ്ററിൽ ഷോ പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ടാർഗറ്റഡ് ആയിട്ട് ഈ ഒരു സിനിമ, ഇതിന് മുമ്പും സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇത് നമ്മൾ എന്തെങ്കിലും നല്ലത് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഗ്രൂപ്പുകളിലും മുക്കുന്നുണ്ട്. പല ഗ്രൂപ്പുകളിലും സിനിമയെപ്പറ്റി നല്ല പോസ്റ്റുകളൊന്നും ഞാൻ 3-4 മിനിറ്റ് കണ്ട പോസ്റ്റുകൾ ഡിലീറ്റഡ് ആവുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? കാശ് കൊടുക്കുക എന്നുള്ള അവരുടെ ഒരു ഇതുണ്ട്. ആ കാശ് കിട്ടാത്തതിൻ്റെ നല്ല റിവ്യൂകളെല്ലാം മുക്കുകയും നെഗറ്റീവായിട്ടുള്ള റിവ്യൂകളെല്ലാം പോസ്റ്റ് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്ത് ആ സിനിമയെ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. അത് തന്നെയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ CM-ന് പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അത് ഇന്നോ നാളെയോ കൊടുക്കും. പിന്നെ ഹൈക്കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട്. ആരാണോ ഈ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയത് അവർക്കെതിരെ ഓക്കെ, അത് സീനിയർ അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ എന്തായാലും ഉണ്ടാകും. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെല്ലാം പരാതി കൊടുക്കുന്നുണ്ട്. എന്താണ് നടപടിയെന്ന് നോക്കട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഹേറ്റ് ക്യാമ്പയിനിങ് നടക്കാനുള്ള കാരണം എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് എനിക്ക് വ്യക്തമല്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഉള്ള ആൾക്കാർ വരുമ്പോൾ വേറെ ആർക്കെങ്കിലും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്ന്. പിന്നെ കൂടുതലും മാധവനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാധവ് എന്ത് ചെയ്താലും അതിലൊരു നെഗറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് മാധവ് പറയുന്നത് മാതിരി പിന്നെ BJP-കാരനായതുകൊണ്ടാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, BJP-കാരനാണോ എന്നുള്ള മാധവ് BJP-കാരനെന്നുള്ളതല്ല, ഫാദർ BJP മിനിസ്റ്ററാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് മാധവ് പറയുന്നത്. പക്ഷെ ഞാൻ അത്തരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് പിന്നെ മാധവൻ്റെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളും മറുപടികളും ആയിരിക്കണം അതിന് കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യമായിട്ടാണോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. അതെ, സിനിമ എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഹേറ്റ് ക്യാമ്പയിനിങ് വരുമ്പോൾ ഒരു മാനസികാവസ്ഥ അല്ല, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. എനിക്കെല്ലാം വേറൊരാളാണെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാകും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന് വെച്ചിട്ട് ഇതിൽ നിന്ന് പിൻവാങ്ങി പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്ത് നേടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനാണ്. ഉറപ്പായിട്ടും അതിപ്പോൾ വൈകിയത് തന്നെ അറിയാമല്ലോ. ഇപ്പം CM-ഒക്കെ സത്യപ്രതിജ്ഞ നടന്നത് അടുത്ത ദിവസങ്ങളിലാണല്ലോ. അപ്പം അതിനിടയിൽ നമ്മുടെ ഈ പരാതിക്കൊന്നും വാല്യൂ ഇല്ല. അപ്പം എല്ലാം ഒന്ന് ശാന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത്രയും ദിവസം തന്നെ എടുത്തത്. എന്തായാലും മാധവിൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയമാണ് ഇതിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നതും ഹേറ്റ് ക്യാമ്പയിനുള്ള പ്രധാന കാരണവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. ചിലപ്പം മാധവ് അവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. എന്തായാലും മാധവ് സുരേഷ് ചോദിക്കുന്ന ഒരു ചോദ്യം അച്ഛൻ്റെ രാഷ്ട്രീയമാണോ തൻ്റെ സിനിമകളെ ഇത്തരത്തിൽ നെഗറ്റീവായി ചിത്രീകരിക്കാനുള്ള കാര്യം എന്നുള്ളതാണ്. അതുകൂടാതെ നിർമ്മാതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ നിലവിലിപ്പോൾ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.